ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: 5:15 കാണിക്കുന്ന ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 5 മണി സമയം ഒന്ന് ഇവിടെ വരച്ച് നോക്കാം. മിനിറ്റ് സൂചി 12 ഉണ്ടാവും, മണിക്കൂർ സൂചി 5 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കടന്നുപോയി. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 3 എത്തുമല്ലോ മിനിറ്റ് സൂചി. അതേപോലെ തന്നെ മണിക്കൂർ സൂചി കുറച്ച് ഇങ്ങോട്ടേക്ക് മാറും. നമുക്ക് ഈ മാറി ഇത്ര ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, കോണളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഈ ഓരോ മണിക്കൂറിലും എത്ര ആംഗിൾ ഉണ്ട് നോക്കണം. 3 മണി ടു 4 മണി എത്ര ആംഗിൾ വരും? 30 ഡിഗ്രി വരും. അതേപോലെ തന്നെ 4 മണി ടു 5 മണി 30 ഡിഗ്രി വരും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 60 ഡിഗ്രി പ്ലസ് ഈ മണിക്കൂർ സൂചി മൂവ് ചെയ്ത കുറച്ച് ഡിഗ്രിയും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മിനിറ്റ് സൂചി 1 മിനിറ്റ് കവർ ചെയ്യുമ്പോൾ മണിക്കൂർ സൂചി അതിൻ്റെ പകുതിയാണ് കവർ ചെയ്യുക. ആ കൺസെപ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കണം. അന്നേരം ഇവിടെ മിനിറ്റ് സൂചി എത്ര മിനിറ്റാണ് കവർ ചെയ്തിട്ടുള്ളത്? 15 മിനിറ്റ് മൂവ് ചെയ്തല്ലോ. 15 മിനിറ്റ് മൂവ് ചെയ്യും. അന്നേരം മണിക്കൂർ സൂചി അതിൻ്റെ പകുതിയാണ് മൂവ് ചെയ്യുക. 15/2. 15ൻ്റെ പകുതി എത്രയാണ് വരിക? 7.5 അല്ലേ? അപ്പോൾ 7.5. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര ആംഗിൾ വരും? കോണളവ് 67.5 ഡിഗ്രി വരും. ഇപ്പോൾ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? 67.5 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? അരുണിൻ്റെ അച്ഛൻ രമയുടെ സഹോദരനാണ് എങ്കിൽ രമ അരുണിൻ്റെ ആരാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അരുണിൻ്റെ അച്ഛൻ, അരുണുണ്ട്, എ എന്നുള്ള ലെറ്റർ വെച്ച് നമുക്ക് സൂചിപ്പിക്കാം. അരുണിന് അച്ഛനുണ്ട്, ഫാദർ, അത് എഫിൽ സൂചിപ്പിക്കാം. അരുണിൻ്റെ അച്ഛൻ രമയുടെ സഹോദരനാണ്. ഇപ്പോൾ രമ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഇവർ ബ്രദറും സിസ്റ്ററുമാണ്. എങ്കിൽ രമ അരുണിൻ്റെ ആരാണ്? അരുണിൻ്റെ ആരായിട്ട് വരും? രമ അമ്മായി ആയിട്ടല്ലേ വരും ഇവിടെ, അച്ഛൻ്റെ അനിയത്തി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വിട്ടുപോയിട്ടുള്ള ഫില്ല് ചെയ്യാനാണ്. തീയതി, കലണ്ടർ. കലണ്ടറിൽ നമുക്ക് എന്താ തീയതി കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ക്ലോക്കിലെല്ലാം നമുക്ക് സമയം കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി, ക്ലോക്ക്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ഗ്യാപ്പ് തന്നിട്ടുണ്ട്, നമ്മളിവിടെ ഫില്ല് ചെയ്യണം. എന്ന വാക്ക് ഇൻ്റലിജൻസ് എന്ന വാക്കിൽ നിന്നും സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇൻ്റലിജൻസ് എന്ന വേർഡിൽ നിന്ന് നമുക്കതിൻ്റെ എടുത്തെഴുതിയിട്ട് നമുക്ക് ഇവിടെ ഒരു പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷനിൽ എൻ ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റലിജൻസിലും എൻ ഉണ്ട്, ഇ ഉണ്ട്, അതിവിടെയും ഉണ്ട്, അതേപോലെ തന്നെ ജി ഉണ്ട്, ജിയും ഉണ്ട്, എല്ലും ഉണ്ട്, ഈ 3 വട്ടം ഉണ്ടല്ലോ. അന്നേരം ഇവിടെ ഇയും ഉണ്ട്, സി ഉണ്ട്, അതേപോലെ തന്നെ ടിയും ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ വെച്ച് നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടാക്കാം ഇൻ്റലിജൻസ് എന്ന് ഇതിന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല, നെഗ്ലക്റ്റ് കുഴപ്പമില്ല, അത് കറക്റ്റാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ ജെൻഡിൽ നമുക്ക് നോക്കി നോക്കാം. ജി ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്, ടി ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട്. അത് നമുക്ക് നിർമ്മിക്കാൻ പറ്റും ഇതിൽ നിന്ന്. പിന്നെ സി നോക്കുമ്പോൾ എന്താണ്? സി ഉണ്ട്, അതേപോലെ തന്നെ അടുത്തത് എ ആണ്, ക്യാൻസലിൽ. എ ഇവിടെ ഒന്നിലും ഇല്ല, എ ആയിട്ടൊരു അക്ഷരം ഇവിടെ കാണുന്നില്ല നമുക്ക്. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? സി നമുക്ക് ക്യാൻസൽ നിർമ്മിക്കാൻ പറ്റില്ല ഏത് ഇൻ്റലിജൻസ് എന്നുള്ള വാക്കിൽ നിന്ന്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കോഡ് ഭാഷയിൽ സ്ക്വാഡിനെ
53 67 8 എന്ന് എഴുതാം എങ്കിൽ ഗാർഡിനെ എങ്ങനെ എഴുതാം എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള സ്ക്വാഡ് നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം. സ്ക്വാഡ് 53 67 8. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഗാർഡല്ലേ. നമുക്കെന്ത് ഒരേ ലെറ്റർ നമുക്കിങ്ങനെ പെയർ ചെയ്ത് നോക്കാം ആദ്യം, ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന്. അതേ ലെറ്റർ ഇവിടെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ. ഡി ഉണ്ട് അവസാനം, അതേപോലെ തന്നെ ഗാർഡിലും ഡി ഉണ്ടല്ലോ. അപ്പോൾ ഡിക്ക് നമുക്ക് 8 കൊടുത്ത് നോക്കാം. പിന്നെ 6 ഇവിടെ ഇല്ല. യു ഉണ്ട്, യുവിന് 6 അല്ലേ, 6 കൊടുത്ത് നോക്കാം. 6ൻ്റെ നമുക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എ ഉണ്ട്, എക്ക് 7 അല്ലേ, അതും കൊടുത്ത് നോക്കാം. ജീൻ്റെ അറിയില്ല. ഇപ്പോൾ ഈ കോമ്പിനേഷനിൽ വരുന്ന ഓപ്ഷൻ വരുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റത്തെ നോക്കണ്ട, രണ്ടാമത്തേൽ 7ഉം മൂന്നാമത്തത് 6ഉം വരുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പോൾ സി നമുക്ക് എന്തായാലും ആൻസർ വരില്ല, അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 8 വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഇതിൽ 8 വരുന്നില്ല, ഇത് ക്യാൻസൽ ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.